പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി ആ വേണു, ഞാൻ നിന്നെ ഇന്നലെ 2-3 വട്ടം വിളിച്ചിരുന്നു. ഒന്നുമില്ല, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞേ മാനേജർ നിന്നെ പരിചയമുണ്ട്. ഓ ശരി, എന്നാൽ ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്ത്. എടാ, ഇന്നത്തെ ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂക്കിടയിൽ ആ മാനേജറിൻ്റെ വിഗ് പാറിപ്പോയി. ഞാനാണത് കണ്ട് ചിരിച്ചും പോയി. ആ മാനേജർ അപ്പം തന്നെ എന്നോട് ഗെറ്റ് ഔട്ടും പറഞ്ഞു. ആർക്ക് പോയി? അയാൾക്കും അയാളുടെ കമ്പനിക്കും പോയി. എന്നാലും എനിക്ക് ആ ജോലി കുറച്ച് അത്യാവശ്യമായിരുന്നു. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ നമ്മുടെ വേണുവിൻ്റെ കസിനാണ്. അപ്പോൾ ഞാൻ വേണുവിനോടൊന്ന് പറഞ്ഞു നോക്കാം. വേണു ആണെങ്കിൽ കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്ക് കാര്യം കൃത്യമായിട്ട് പറയാനും പറ്റിയില്ല. എന്തായാലും അവന് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ ഇപ്പോഴും എൻ്റെ ഫോൺ എടുക്കുന്നില്ല. എന്തായാലും സാരമില്ല, ജീവിതം അങ്ങനെയൊക്കെ തന്നെയല്ലേ. എല്ലാം എന്നെങ്കിലും ഒക്കെ ശരിയാവുമായിരിക്കും. നീ എന്തായാലും പേടിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവുമായിരിക്കും ഒരു ദിവസം.
Good morning, sir. My name is Vinod Kumar. I am coming from Kochi. I finished my BTech from RA University. Okay. Okay. ഹലോ സാദിഖേ, എന്നെ മനസ്സിലായോ? എടാ, ഇത് ഞാനാടാ വിനോദ്. ആ, എൻ്റെ നമ്പർ നിൻ്റെ ഫോണിൽ നിന്ന് പോയി കാണൂല്ലേ? ഇല്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ഞാനിങ്ങനെ നമ്മുടെ പഴയ കോളേജ് കാലഘട്ടമൊക്കെ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. എന്തോരം കുരുത്തക്കേടല്ലേ നമ്മൾ ഒപ്പിച്ച് വെച്ചത്. നമുക്കെല്ലാവർക്കും ഒന്ന് പഴയ പോലെ ഒന്ന് കൂടണ്ടേ? എന്താ അറിയില്ലടാ, കുറച്ച് നാളായിട്ട് ഭയങ്കര ഏകാന്തത ഒറ്റപ്പെടലൊക്കെ. നമുക്കൊരു ഗെറ്റ് ടുഗദർ വെച്ചാലോ? നിനക്ക് ഏകാന്തത ഒറ്റപ്പെടലാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കും, അല്ലാതെ ഗെറ്റ് ടുഗദർ വെക്കാൻ നടക്കല്ല വേണ്ടേ. എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഹലോ ഹലോ എടാ, ഇന്നത്തെ ഇൻ്റർവ്യൂ വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷേ അവർക്ക് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, എനിക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു ഒറ്റപ്പെടൽ മൊത്തത്തിൽ. ഞാൻ ഫോൺ വിളിച്ചിട്ടാണ് ആരും എടുക്കുന്നുമില്ല. പിന്നെ സാദിഖിനെ വിളിച്ചിരുന്നു. സാദിഖ് പറഞ്ഞത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാ. പക്ഷേ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനുള്ള കാശൊന്നും എൻ്റെ ഇല്ലയെന്ന് അവനറിയില്ലല്ലോ. പിന്നെ എല്ലാം ഒരു ദിവസം ശരിയാവുമെന്ന് വിചാരിക്കുക. എല്ലാം ശരിയാവും, അല്ലാതെ എന്താവാനോ. എല്ലാം ശരിയാവും. നീ എന്തായാലും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. എടാ, ഇന്നത്തെ ഇൻ്റർവ്യൂ വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷേ അവർക്ക് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, എനിക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു ഒറ്റപ്പെടൽ മൊത്തത്തിൽ. ഞാൻ ഫോൺ വിളിച്ചിട്ടാണ് ആരും എടുക്കുന്നുമില്ല. പിന്നെ സാദിഖിനെ വിളിച്ചത്. സാദിഖ് പറഞ്ഞത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാ. പക്ഷേ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനുള്ള കാശൊന്നും എൻ്റെ ഇല്ലയെന്ന് അവനറിയില്ലല്ലോ. പിന്നെ എല്ലാം ഒരു ദിവസം ശരിയാവുമെന്ന് വിചാരിക്കുക. എല്ലാം ശരിയാവും, അല്ലാതെ എന്താവാനോ. എല്ലാം ശരിയാവും. നീ എന്തായാലും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ.